ഹലോ, അപ്പോൾ നമ്മളിന്ന് പ്രഷർ കുക്കർ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ കഴിക്കുന്ന സ്ഥലം ആദ്യമേ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളെ ദിവസം ഉണ്ടോ കടയിൽ നിന്ന് കഴിക്കുന്ന മന്തിയൊക്കെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്നാലാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലത് ചിക്കനൊക്കെ നല്ല കടുവായിട്ടിരിക്കുന്നുണ്ട്. നല്ല ഹോം മെയ്ഡ് മയണൈസും നല്ലൊരു സവാളയും എടുത്തിട്ട് അപ്പോൾ പോയിട്ട് വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഇന്നൊരു മന്തി ഉണ്ടാക്കാൻ പോവാണ്. ഒരാളവിടെ കഴിച്ച് കൊതിപ്പിച്ചില്ലേ, അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ കുഴിമന്തി അല്ല, ഈ പ്രഷർ കുക്കർ മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ റെസിപ്പി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ റൈസ് വേണം. അതിനൊരു 3 കപ്പ് റൈസാണ് ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. കണ്ടോ, ഞാൻ ഈ ഒരു കപ്പാണ് എടുക്കുന്നത്. ഈ കപ്പ് നമ്മൾ എടുത്ത് വെക്കണം, കാരണം ഇതിലാണ് നമ്മൾ അരി ഇളക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിൽ ചേർക്കേണ്ട വെള്ളവും ഈ കപ്പിൽ തന്നെയാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കണ ആ കപ്പില്ലേ, അതൊന്ന് മാറ്റി വെച്ചേക്കാം. നമ്മൾ എല്ലാ പർപ്പസിനും ഈ ഒരു കപ്പാണ് അളവിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രഷർ കുക്കറിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനൊരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറുവപ്പട്ട, പിന്നെ ഒരു 3-4 ഏലക്ക, ഒരു കുറച്ചധികം ജീരകം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 10-15 കുരുമുളക്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെരുംജീരകം ഉണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റേ ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ എല്ലാ സ്പൈസസും ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഒരു 2-3 പച്ചമുളക്, അതൊന്ന് നടുക്കെ പിളർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ അരി ഇടുന്ന സമയത്താണ് അതിലേക്കും കൂടെയുള്ള ഉപ്പ് നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ വെന്തതിന് ശേഷം ഒന്ന് അളന്ന് നോക്കണം. എന്നിട്ടാണ് നമ്മൾ അരിക്ക് എന്തോരം വെള്ളം വേണം തീരുമാനിക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇനി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 പീസ് ചിക്കനാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഒരു 2 വിസിൽ, ഒരു വിസിൽ ഫുള്ളായിട്ട് അടിക്കുക. രണ്ടാമത്തെ വിസിൽ വരാൻ ഒരു ടൈം ആവുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യണം. നമ്മൾ വേവിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വിസിലടുപ്പിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ വേഗം വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ആ റൈസ് ഒന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഒന്ന് എടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ ആ ഒരു റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണ വരെ. അപ്പോൾ ഇത് ഈ അരി ഇങ്ങനെ ഒരെണ്ണം തൊടാതെ കിടക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുണ്ട്, അത് നന്നായിട്ടൊന്ന് കണ്ടോ, ഓരോന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. രണ്ടാമത്തെ വിസിൽ വന്നപ്പോൾ നമ്മളത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളിതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് തുറന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ആ ഒരു ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ, ചിക്കൻ്റെ വെള്ളം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റൈസ് ഇടുന്ന ടൈമിൽ ഇനി ഈ ചിക്കൻ്റെ വെള്ളം എത്രയുണ്ടെന്ന് അളന്ന് നോക്കണം. അതാണ് ഞാൻ ഫസ്റ്റ് ആ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞത്. അതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചിക്കൻ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലെ വെള്ളം നമ്മൾ അളന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കിതിൽ മൊത്തം ഒരു 4 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3.5 കപ്പ് അരിയാണ്. നമ്മൾ സാധാരണ 3 കപ്പ് അരിക്ക് 7.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുകൂടെ വെള്ളം ചേർത്തു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കപ്പ് ഏത് നമ്മൾ കപ്പിലോ ഗ്ലാസ്സിലോ ഏതിൽ മെഷർ ചെയ്താലും അതിൽ 3 കപ്പോ ഗ്ലാസ് വരുമ്പം നമ്മൾ 7.5 കപ്പ് വെള്ളം അതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മുടേക്ക് ഇനി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴച്ചെടുത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, റെഡി ആവും. അപ്പോൾ ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നെടുകെ പിളർന്നതും അതുപോലെ ഒരു 1.5 തക്കാളി അരച്ചെടുത്തത്, ആ ഒരു അതിൻ്റെ കുരുവിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണിത്. പിന്നെ ഒരു ഉണക്ക നാരങ്ങയില്ലേ, ഉണക്ക നാരങ്ങ ഇല്ലെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതാണെങ്കിൽ അതൊന്ന് മുറിച്ചിട്ട് ഇടാം. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഈ പച്ചമുളക് നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ട് വീണ്ടും 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നെടുകെ പിളർന്ന 2 പച്ചമുളകും അതുപോലെ ഒരു ഉണക്കായിട്ടുള്ള നാരങ്ങ, അത് ഞാൻ 2ആയിട്ട് മുറിച്ചിട്ട് ഒരു ചെറിയ പീസ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് പുളി വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള അരിക്കും കൂടി ചേർത്തിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനതിലേക്ക് ഒരു മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും മന്തി മസാല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പട്ടയും അതുപോലെ ഗ്രാമ്പും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇത് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നമ്മുടെ ഇതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. തിളച്ച് വന്നതിന് ശേഷം റൈസ് ഇട്ടിട്ട് നമ്മൾ വിസിൽ അടുപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മളിവിടെ ഇത് നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് ഒരു വിസിൽ വരാം, എന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരാനുള്ള ടൈമിൽ നമ്മൾ ഓഫ് ചെയ്യാം. നമ്മൾ ചിക്കൻ അതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വേവിച്ചിരിക്കുന്ന ചിക്കൻ്റെ അടുത്ത പരിപാടി ചെയ്യാൻ പോവാണ്. ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും, അല്ലെങ്കിൽ നമുക്ക് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം, അതിൽ നല്ലത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അത് ചേർക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ചെടുപ്പിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഈ മന്തിയുടെ ചിക്കനൊക്കെ ഒരു കളർ ഉണ്ടാകും, ഒരു ലൈറ്റ് റെഡ് ഓറഞ്ച് ഒക്കെ പോലത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിവിടെ ആ സെറ്റാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ പോലെ ചെയ്തെടുക്കാം. എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇതിൽ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ റൈസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ട കറക്റ്റ് വേവാണ്, ഒട്ടും കൂടുതലും അല്ല എന്നാൽ കുറവും അല്ല. അപ്പോൾ നമ്മൾ ഒരു വിസിൽ ഫുള്ളായിട്ട് അടിക്കുക, രണ്ടാമത്തെ വിസിൽ വരുന്ന ടൈമിൽ ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ലെയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ റൈസ് ഇട്ടു, ഇനി നമ്മൾ മന്തി മസാല ഇടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഫസ്റ്റ് ഒരു ലെയർ റൈസ്, പിന്നെ അടുത്തത് മസാല, ഇങ്ങനെ തന്നെ ചെയ്യുക. നെക്സ്റ്റ് ഇനി ആ മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് ആക്കാൻ വേണ്ടി സ്മോക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ചിരട്ടയുടെ പീസ് എടുത്തിട്ട് അത് കത്തിക്കുക. അപ്പോൾ അത് ഇവിടെ നമ്മുടെ സ്മോക്ക് റെഡിയാക്കാൻ പോവാണ്. ഒരു കുഴിയുള്ള പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മളൊരു ചിരട്ട കത്തിച്ച് വെച്ചു. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആ തീ ഒന്ന് ഊതിക്കെടുത്തിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ആ സ്മോക്ക് ഇല്ലാണ്ടായി പോവും. അതിനുശേഷം നമ്മൾ പാത്രം അടച്ചു വെക്കുക. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേ നമ്മൾ പാത്രം തുറക്കാൻ പോവാണ്. അയ്യോ, ആ സ്മോക്കിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ മന്തിയുടെ കറക്റ്റ് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ അതേ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുറത്തൊന്നും പോയിട്ട് മന്തി കഴിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം.